മഴവിൽ മാഷോടുള്ള ഇഷ്ടം കൊണ്ട് ആളുകൾ ഒരു ബിംബം പോലെ മനസ്സിൽ വെച്ചൊരു പേരു രൂപമാണ് മഴവിൽ മാഷത്. അപ്പൊ ആ ഒരു ഇഷ്ടം എന്നോടും അവർ കാണിക്കുന്നുണ്ട്. അതെനിക്ക് പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 34-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പമാണ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷൈനി ഷിബു മനഴി. മനഴിയെ കുറിച്ച് പെരിന്തൽമണ്ണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. EMSനെ പോലെയൊക്കെ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അഹോരാത്രം പരിശ്രമിച്ച ഒരു മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു മനഴി. എല്ലാവർക്കും അറിയാം, അത് എവിടെയെങ്കിലും കുത്തിവെച്ച പേരായി മാത്രമല്ല, ഹൃദയങ്ങളിൽ പതിഞ്ഞു പോയ പേരാണ് മനഴിയുടേത്. ആ മനഴിയുടെ കുടുംബത്തിലെ മനഴിയുടെ മകന്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യയാണ് ഷൈനി ഷിബു മനഴി. ആ പേര് പൂർണ്ണമായിട്ട് പറയുമ്പോഴാണല്ലോ മനഴിയെ എല്ലാവരും വീണ്ടും വീണ്ടും ഓർക്കുക. മറക്കാതിരിക്കുന്ന ഒരു ഓർമ്മചിത്രമാണല്ലോ മനഴി. അപ്പോൾ UDF കുറച്ച് മേധാവിത്വമൊക്കെ ഉള്ള, നേരത്തെ UDF ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വാർഡിലാണ് സഖാവ് മനഴിയുടെ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കാൻ എത്തുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തു വെക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇനി നടത്താൻ പോകേണ്ട വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വെക്കാൻ പോകുന്നത്? പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ ജനങ്ങളുടെ ഒരു വീടില്ലാത്ത ജനങ്ങളുടെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്നുള്ളത്. അത് നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി വളരെ നല്ല രീതിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സാക്ഷാത്കരിച്ചു കൊടുത്തു. പിന്നെ വെള്ളപ്രശ്നം, നമ്മളെ ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വെള്ളപ്രശ്നമായിരുന്നു. ആ വെള്ളപ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി രാമൻചാണ്ടി വെള്ള പദ്ധതിയിലൂടെ അത് പൂർത്തിയാക്കി കൊടുത്തു. ഇനി എന്ന് പറഞ്ഞാല് റോഡ് മറ്റേത് മുനിസിപ്പാലിറ്റീനെ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഏറ്റവും, നമ്മളെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റികളെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളെ മുനിസിപ്പാലിറ്റി വെച്ച് നോക്കുമ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാല് നല്ല മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ വികസന കാര്യങ്ങളിലും നമ്മൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാണെന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് തന്നെ അവിടുത്തെ വികസനങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ തന്നെ ഉണ്ടാവുക. അത് സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പോ അത് കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ടൊരു ഭരണം വരണമെന്നും അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് കഴിയണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ വാർഡിൽ അതിന്റെ തുടർച്ചയായിട്ട് മുനിസിപ്പാലിറ്റി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ വാർഡിലും വളരെ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്വീകാര്യത, അതൊരു പക്ഷെ മഴവിൽ മാഷോടുള്ള ഇഷ്ടം കൊണ്ട് ആളുകൾ ഒരു ബിംബം പോലെ മനസ്സിൽ വെച്ചൊരു പേരു രൂപമാണ് മഴവിൽ മാഷത്. അപ്പൊ ആ ഒരു ഇഷ്ടം എന്നോടും അവർ കാണിക്കുന്നുണ്ട്. അതെനിക്ക് പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ്. ഞാൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനഴി മാഷിന്റെ കുടുംബത്തിൽ നിന്നും ഷൈനി ഷിബു മനഴി ഈ 34-ാം വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷയാണുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കൊണ്ട് നടത്തി വന്ന വികസന പ്രവർത്തനങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത, പാവപ്പെട്ടവർക്ക് സുരക്ഷിതമായ ഭവനം കൊടുത്ത ഒരു നഗരസഭ പെരിന്തൽമണ്ണയാണെന്ന് അവർ ചൂണ്ടിക്കാണുന്നുണ്ട്. അതുകൂടാതെ കുടിവെള്ള പദ്ധതി, രാമൻചാണ്ടി കുടിവെള്ള പദ്ധതി നഗരസഭയ്ക്ക് മാത്രമല്ല പരിസരത്തുള്ളവർക്കും ഏറെ പ്രയോജനപ്രദമാണ്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതൊരു സ്വപ്ന പദ്ധതിയായിരുന്നു നാട്ടിലെ. അതുകൂടാതെ പല വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ പറയുന്നത്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും വികസന കുതിപ്പിനും LDF തന്നെ വീണ്ടും അധികാരത്തിലെത്തണമെന്ന് അവർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അവരോട് നമുക്ക് ഒന്നുകൂടി ചോദിക്കാം, ഈ ജനങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ജനങ്ങളും ആഗ്രഹിക്കുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി മാത്രമല്ല, കേരളത്തിലെ ഇനിയും LDF സർക്കാർ വരണം എന്നുള്ള ഒരു പ്രതികരണമാണ് അവരെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അവരും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മള് അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം, അതുകൂടാതെ
പെൻഷൻ വർദ്ധിപ്പിച്ചതും പിന്നെ സ്ത്രീകൾക്ക് പെൻഷൻ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ചരിത്രപരമായ തീരുമാനങ്ങളാണ്. അത് വസ്തുതയാണത്. അപ്പൊ അക്കാര്യത്തില് നിങ്ങൾ വീടുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? നമ്മളെ വീടുകളിൽ കയറുമ്പോൾ ഈ സർക്കാർ നമ്മളുടെ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ചത് അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവര് നമ്മൾ ചെല്ലുമ്പോൾ അവര് നമ്മളെ ഈ സർക്കാർ തന്നെ വരണം, എന്നാലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെ നല്ല സ്വീകരണത്തോടെയാണ് അവര് സ്വീകരിക്കുന്നത്. നല്ല ഇതിലാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോ നമ്മുടെ സർക്കാരിന്റെ ഒരു ഭാഗമാവാന് വാർഡ് തലത്തിൽ തൊട്ടിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലും ഞാൻ അഭിമാനിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 14-ാം വാർഡില് ഷൈനി ഷിബു മനഴി മാഷിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അവര് വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്. അവര് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. കൂടെയാണ് അവരുടെ ചിഹ്നം. സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ അത് ഇടതുപക്ഷത്തിന്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ കൂട്ടാം. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നഗരസഭ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഗുണമാവും എന്ന പ്രതീക്ഷ സ്ഥാനാർത്ഥിക്കുണ്ട്. അതുകൂടാതെ പെരിന്തൽമണ്ണ നഗരസഭ ഭരണസമിതി കഴിഞ്ഞ 3 പതിറ്റാണ്ട് കൊണ്ട് നടത്തിയ വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ, ലൈഫ് ഭവന പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് ഈ നഗരസഭയാണല്ലോ. അതുകൂടാതെ കുടിവെള്ള പദ്ധതി, രാമഞ്ചാടി കുടിവെള്ള പദ്ധതിയൊക്കെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഈ നഗരപരിധിയിൽ മാത്രമല്ല പുറത്തുള്ള ആളുകൾക്കും ഗുണം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച, നടപ്പാക്കിയ നഗരസഭയുടെ ഇടതുപക്ഷ ഭരിക്കുന്ന നഗരസഭയുടെ ഇനിയുള്ള വികസന കുതിപ്പിന് കരുത്ത് പകരാൻ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് അധ്യാപിക കൂടിയായ ഷൈനി ഷിബു മനഴി നമ്മോട് പങ്കുവെക്കുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രതീക്ഷ പോലെ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുമെങ്കിൽ അത് വലിയ കാര്യമാണ്. കാരണം വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ജനങ്ങൾ. പിന്നെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ആര് വേണം, ആരാണ് വിജയിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷൈനി ഷിബു മനഴിയെ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, ഈ പെരിന്തൽമണ്ണയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയും വലിയ, അതായത് അടിത്തറയിട്ട നേതാക്കളിൽ ഒരാളാണെന്ന് തന്നെ പറയാം. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഒരാളാണ്. അപ്പോൾ മനഴി മാഷിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഈ ഷൈനി ഷിബു മനഴിയെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പൊ ആരെ വേണം, ആരെ തെരഞ്ഞെടുക്കണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. ജനം തീരുമാനിക്കട്ടെ ആരെ വേണം അവരുടെ ജനപ്രതിനിധിയായിട്ട് എന്ന്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.